പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സഖാവിൻ്റെ പോസ്റ്റ് ഞാൻ വായിക്കാം. ഇടതുപക്ഷത്തിൻ്റെ 35,000 ബേസ് വോട്ടിൽ ഒരാളാണ് ഞാൻ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നു എന്ന് പറയാം. ഞാൻ എതിർക്കുന്നത് RSS നേതൃത്വത്തിലുള്ള ഭൂരിപക്ഷ വർഗീയതയെ മാത്രമല്ല, ഞാൻ എതിർക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിലുള്ള ന്യൂനപക്ഷ വർഗീയതയും കൂടിയാണ്. പാലക്കാട് BJPക്ക് വോട്ട് ചെയ്യുന്നത് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്നത് പോലെ തന്നെയാണ്. പാലക്കാട് UDFന് വോട്ട് ചെയ്യുന്നത് ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്ന പോലെയാണ്. ഭൂരിപക്ഷ വർഗീയതയെ മാത്രം പരാജയപ്പെടുത്തേണ്ട ബാധ്യത എനിക്കില്ല. UDFന്റെ നേതൃത്വത്തിലുള്ള ന്യൂനപക്ഷ വർഗീയതയെയും പരാജയപ്പെടുത്തണം എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാർഡാണ് ഭൂരിപക്ഷ വർഗീയതയും മറുപക്ഷത്ത് ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത്. ഭൂരിപക്ഷ വർഗീയത എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാം. അത് BJP ഉയർത്തിപ്പിടിക്കുന്നത്, സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു രാഷ്ട്രീയത്തെയാണ് നമ്മൾ ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത്. ഇനി ന്യൂനപക്ഷ വർഗീയത എന്നതിന് കമ്മ്യൂണിസ്റ്റുകാർ അർത്ഥം വെക്കുന്നത് അത് മുസ്ലിങ്ങളെയാണ്. മുസ്ലിങ്ങളിൽപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി, STP അവരുടെയൊക്കെ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ന്യൂനപക്ഷ വർഗീയത എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കാനുള്ളത്, എന്താണ് വർഗീയത? നിങ്ങൾ ഈ പറയുന്ന വർഗീയത കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വർഗീയതയുടെ ഡെഫിനിഷൻ എന്താണ്? നമ്മൾ എന്തുകൊണ്ടാണ് BJPയെ അല്ലെങ്കിൽ സംഘപരിവാറിനെ വർഗീയ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്? അവർ ഹൈന്ദവരിൽപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഹൈന്ദവരിൽപ്പെട്ട സംഘടനകളാണ് ഈ പറയുന്ന സംഘപ്രസ്ഥാനങ്ങൾ എന്നതുകൊണ്ടല്ലല്ലോ അവരെ നമ്മൾ വർഗീയ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. വർഗീയതയുടെ ഡെഫിനിഷൻ തന്നെ എൻ്റെ വർഗത്തിൽപ്പെട്ടവർ മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ, എൻ്റെ വർഗത്തിന് പുറത്തുള്ള ആളുകൾ അവരോട് വിരോധം വെച്ച് പുലർത്തുക, അവരോട് വെറുപ്പ് വെച്ച് പുലർത്തുക, അവരുടെ അവകാശങ്ങളെ ഹനിക്കുക, അവരെ ഇല്ലായ്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷ്യവുമായി നടക്കുന്ന വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, ഇവരെയൊക്കെയാണല്ലോ നമ്മൾ വർഗീയ പ്രസ്ഥാനമെന്നും വർഗീയവാദികളും എന്നൊക്കെ വിളിക്കുന്നത്. ഈ ഒരു ഡെഫിനിഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ BJPയെ വർഗീയ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഡെഫിനിഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംഘപരിവാറിനെ വർഗീയ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. കാരണം അവരുടെ വിചാരധാരയിൽ അവർ എഴുതി വച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്, രണ്ടാമത്തെ ശത്രു ക്രൈസ്തവരാണ്, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് അവരുടെ വിചാരധാരയിൽ അവരുടെ ലക്ഷ്യമായി കൊണ്ട് എഴുതി വച്ചിരിക്കുകയാണ്. ഇവരെയൊക്കെ, ഈ മൂന്ന് വിഭാഗത്തെയും ഇവിടെ നിന്ന് പുറത്താക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ എഴുതി വച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവരെ വർഗീയ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. കാരണം ഞങ്ങളുടെ വർഗം മാത്രമേ ഇവിടെ നിലനിൽക്കാവൂ, ഞങ്ങളുടെ വർഗത്തിന് പുറത്തുള്ളവരോട് വെറുപ്പ് വെച്ച് പുലർത്തുക, വിരോധം വെച്ച് പുലർത്തുക, അവരുടെ അവകാശങ്ങൾ ഹനിക്കുക, ഇമാതിരി പണി ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയവാദികൾ എന്ന് വിളിക്കാൻ സാധിക്കും? എങ്ങനെ നിങ്ങൾക്ക് STPയെ വർഗീയവാദികൾ എന്ന് വിളിക്കാൻ സാധിക്കും? കാരണം അവർ ഒരിടത്ത് പോലും ഞങ്ങളുടെ വർഗം മാത്രമേ നിലനിൽക്കാൻ സാധിക്കുള്ളൂ, ഞങ്ങളുടെ വർഗത്തിന് പുറത്തുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടണം, അവരോട് വെറുപ്പ് വെച്ച് പുലർത്തണം, അവരോട് വിരോധം വേണം എന്ന് ഇവർ എവിടെയെങ്കിലും പറയുകയോ എവിടെയെങ്കിലും എഴുതുകയോ ചെയ്തിട്ടുണ്ടോ? നമുക്കറിയാമല്ലോ, STPയുടെ ആദ്യ രൂപം എന്ന് പറയുന്നത് NDF എന്നതാണ്. ആ NDF ഉണ്ടാകുന്നത് തന്നെ RSSനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് NDF തന്നെ ഉണ്ടാകുന്നത്. കാരണം RSS ഇത്തരത്തിൽ തങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണെന്ന് പ്രഖ്യാപിക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരമായിക്കൊണ്ട് അജണ്ടകൾ തയ്യാറാക്കുകയും ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ RSSനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് NDF ഉണ്ടായി വരുന്നത്. പിന്നീട് NDFിൽ നിന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നത്, പിന്നീട് അതിൽ നിന്നാണ് STP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാകുന്നത്. അവിടെ NDFോ പോപ്പുലർ ഫ്രണ്ടോ STPയോ ഇവരൊക്കെ RSSനെ എതിരായിക്കൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഹിന്ദുക്കൾക്കെതിരായിക്കൊണ്ട് ഇവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ക്രൈസ്തവർക്കെതിരായിക്കൊണ്ട് ഇവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ക്രൈസ്തവരുടെ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യണം, ഹൈന്ദവരുടെ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യണം എന്ന് ഇവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങളല്ലാത്ത ആളുകളൊക്കെ വെറുക്കപ്പെടേണ്ടവരാണ്, അവരൊക്കെ ഇവിടെ നിന്നും ഇന്ത്യയിൽ നിന്നും ഓടിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ ആളുകൾ മുസ്ലിങ്ങളാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊന്നും ഒരിടത്ത് പോലും എഴുതുകയോ പറയുകയോ ചെയ്തിട്ടില്ല. പിന്നെ സഖാക്കളെ, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ന്യൂനപക്ഷ വർഗീയതയും കൊണ്ടുവരുന്നത്? നിങ്ങളിവിടെ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയില്ല എന്താണ് വർഗീയതയുടെ ഡെഫിനിഷൻ എന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയത മുസ്ലിങ്ങൾക്ക് മേലിൽ ചാർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്നത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ വർഗീയവാദികളാകില്ല. പക്ഷേ കമ്മ്യൂണിസത്തിന് പുറത്തുള്ള ആളുകളുടെ അവകാശങ്ങളെ നിങ്ങൾ എന്നു മുതൽ ഹനിച്ചു തുടങ്ങുന്നോ, അവരെ എന്നു മുതൽ നിങ്ങൾ വെറുത്തു തുടങ്ങുന്നോ, അന്നു മുതൽ നിങ്ങൾ വർഗീയവാദികളാകും. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക ആദർശത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് അവർ വർഗീയവാദികളാകില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നതിനപ്പുറമുള്ള ആളുകളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടണം, അവരെ ഇവിടെ നിന്നും ഓടിക്കേണ്ടവരാണ്, അവരെ വെറുക്കപ്പെടേണ്ടവരാണ് എന്ന് മുതൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ടോ അന്ന് മുതലാണ് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പ്രസ്ഥാനമാകുന്നത്, വർഗീയവാദികളാകുന്നത്. അങ്ങനെ എവിടെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. സത്യത്തിൽ ഏറ്റവും മോശം റൂട്ടിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കേരള മണ്ണിനെ രണ്ട് തട്ടായി തിരിച്ചുകൊണ്ട്, വർഗീയത ഉപയോഗിച്ചുകൊണ്ട് രണ്ട് തട്ടായി തിരിച്ച് അതിൽ നിന്നും രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഈ പോക്കുണ്ടല്ലോ, അത് ഏറ്റവും മോശപ്പെട്ട പോക്കാണ്, ഏറ്റവും അപകടം പിടിച്ച പോക്കാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം.